സോ രാത്രി ഉറക്കം കളഞ്ഞ് മാച്ചസ് കാണുന്ന വൈബൊക്കെ എനിക്ക് പോയിട്ടുണ്ട്. ബട്ട് 4-5 ബെൻഫിക്ക വേഴ്സസ് ബാർസലോണ ഇതേപോലത്തെ മാച്ചസ് ഒക്കെ നടന്നു എന്നറിയുമ്പോൾ ചെറിയൊരു വിഷമം. ഓക്കെ, ചെറുതായിട്ട്. മാച്ചിന്റെ പല മൊമെന്റ്സിലും 2 ഗോളിന് പിറകിൽ നിന്നതിന് ശേഷമാണ് 96-ാം മിനിറ്റിൽ റഫീഞ്ഞ അടിച്ച ആ ഒരു ഗോളിലെ ഒരു 5-4 കംബാക്ക് ഒക്കെ നടത്തി ബാർസലോണ ജയിച്ചിട്ടുള്ളത്. 2 ടീമിന്റെ ഗോൾ കീപ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്സ്, റഫറിയുടെ ഭാഗത്തുനിന്ന് ചില ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള പെനാൾട്ടി കോൾസ്, കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് സ്വാഭാവികമാണ്. ബാർസ ജയിച്ചാൽ റയൽ മാഡ്രിഡ് ഫാൻസ് കുത്തിപ്പൊക്കാൻ തുടങ്ങും, ആൻഡ് നേരെ ഓപ്പോസിറ്റും. എനിവേ, റഫീഞ്ഞ ആളെ സംബന്ധിച്ച് എഗെയിൻ ഒരു ക്ലച്ച് പെർഫോമൻസ്. ഈ മാച്ചിൽ 2 ഗോൾ സ്കോർ ചെയ്തു. ഫസ്റ്റ് ഗോള് ആൾ അറിഞ്ഞോന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ആളുടെ സെക്കൻഡ് ഗോൾ, അതായത് ടീമിന്റെ വിന്നിംഗ് ഗോൾ, അതിന്റെ ആ ഒരു മൊത്തം സ്റ്റോറി ലൈൻ വാസ് ക്രേസി. ബാർസന്റെ ബോക്സിൽ ബെൻഫിക്ക പ്ലേയേഴ്സ് പെനാൾട്ടി അപ്പീൽ നടത്തുന്ന സമയത്താണ് ഫെറാൻ ടോറസ് ബോൾ അടിച്ചു വിടുന്നത്. റഫീഞ്ഞ ആ ഒരു ബോൾ കളക്ട് ചെയ്ത് ഒറ്റയ്ക്ക് പോയിട്ട് ഗോൾ അടിച്ചു വന്നു. ഈ ഒരു സീസണിൽ ബാർസക്ക് വേണ്ടിയിട്ട് 30 മാച്ചിൽ നിന്ന് 22 ഗോള്, 11 അസിസ്റ്റ്. ആൻഡ് ഇപ്പൊ ജനുവരി ആയിട്ടുള്ളൂ. ബാലൻഡോർ ചാർജ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ബാർസക്ക് ഏതൊക്കെ മാച്ച് ട്രോഫീസ് ഈ സീസണിൽ കിട്ടും, അതാണ് ഒരു ക്വസ്റ്റ്യൻ. ചാമ്പ്യൻസ് ലീഗിലെ ബാർസ ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. കാരണം ലിവർപൂൾ തോൽക്കണില്ല. അവര് ലില്ലിനെ തോൽപ്പിച്ചിട്ട് 7 ഔട്ട് ഓഫ് 7 മാച്ചിലും ജയിച്ചു നിൽക്കുകയാണ്. ഐഷോ സ്പീഡ് ഇൻ അർജന്റീന. ആള് ഇങ്ങനെ ഒരു സൗത്ത് അമേരിക്കൻ ടൂർ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അർജന്റീനയ്ക്ക് പോയ അവിടുന്ന് ഒരു തിരിച്ചുവരവ് സ്പീഡിന് ഉണ്ടാവൂല എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരു കിഡിലൻ സ്ട്രീം മാത്രമല്ല, ആളുടെ 20th ബർത്ത്ഡേ കൂടെ അർജന്റീനിയൻ ഫാൻസിന്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സ്ട്രീം എൻ്റെ ഉണ്ട്. നെക്സ്റ്റ് അപ്പ്, ദ ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ്. അൽ നാസർ അൽ ഖലീജിനെ 3-1 പരാജയപ്പെടുത്തി. വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ബട്ട് അണ്ണൻ 2 ഗോൾ അടിച്ചു. അതുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം. അൽ നാസറിന് വേണ്ടിയിട്ട് 92 മാച്ചിൽ നിന്ന് 101 ഗോൾ കോൺട്രിബ്യൂഷൻ, 83 ഗോൾ, 18 അസിസ്റ്റ്. ഇനി 82 ഗോൾ കൂടെ അടിച്ചാൽ മതി നമ്മൾ വെയിറ്റ് ചെയ്യണ ആ ഒരു 1000 ഗോൾ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ. എനിവേ, ഇനി നമുക്ക് ജനുവരിയിലെ കുറച്ച് ക്രേസി ട്രാൻസ്ഫർ റൂമേഴ്സിനെ കുറിച്ചിട്ട് നോക്കാം. ബാക്കിയുള്ള ക്ലബ്സ് ഒക്കെ നല്ല പ്ലേയേഴ്സിനെ അവരുടെ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ, ഇൻക്ലൂഡിങ് മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നത് അവർക്ക് ആകെയുള്ള കുറച്ച് നല്ല പ്ലേയേഴ്സിനെ ഒഴിവാക്കാനാണ്. ഐ മീൻ, റാഷ്ഫോർഡിന്റെ കാര്യമല്ല. റാഷ്ഫോർഡ് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ. ഇപ്പോൾ ബാർസിക്ക് എന്നുള്ള റൂമറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് ഗർനാച്ചോ ടു നാപ്പോളി എന്ന് വരുന്നുണ്ട്. അതേപോലെ ഗർനാച്ചോ ടു ചെൽസി. ലൈക്ക് സീരിയസ്ലി, കുറച്ച് എക്സ്ട്രാ പൈസ കിട്ടുമെന്ന് വെച്ചിട്ട് ഗർനാച്ചോനെ ചെൽസിക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ചെയ്യുന്ന അത്രക്കും വലിയ മണ്ടത്തരാവും. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. ഈ ട്രാൻസ്ഫേഴ്സ് ഒക്കെ നമുക്ക് പിന്നെ സഹിക്കാം. ബട്ട് യുണൈറ്റഡ് ചെയ്തൊരു ചതിയുണ്ട്. ഓക്കെ, ആന്റണീഞ്ഞോനെ റയൽ ബെറ്റിസ്ക്ക് അതും ലോണിൽ പറഞ്ഞയച്ചുക. നമ്മൾ KBFC ഫാൻസ് ഐഷോ രാഹുലിന്റെ കേസിൽ അനുഭവിച്ച സെയിം പെയിൻ, സെയിം ബിട്രയൽ ഇപ്പോൾ ആന്റണിയുടെ കാര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് അനുഭവിക്കുകയാണ്. ഇജാദ് റിലേറ്റബിൾ മൊമെന്റ്, സോ സാഡ്. അത്രക്കുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.